നാളെ കൊല്ലം ആശ്രമ മൈതാനിയിൽ വെച്ച് ശ്രീ നാരായണ ഗുരുദേവനും ഗാന്ധിയും തമ്മിലുള്ള സമാഗമത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുക. ഈ ആഘോഷ പരിപാടിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു എന്നതാണ് പ്രത്യേകത. ശിവഗിരി മഠത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിയും മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരും പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് ഗാന്ധി ഗുരുവുമായി നടത്തിയ സംഭാഷണമെന്നും ആ സംഭാഷണം ഇന്നും ഈ സംസ്ഥാനത്ത് നിന്നെങ്കിലും ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടത് ആനുകാലികമായ ഒരു കടമയാണ്. ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സന്ദർശനത്തിൽ ജാതി ഐത്തമെന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിയെ ഐത്തമെന്നത് ദൈവസൃഷ്ടിയല്ല, മറിച്ച് മനുഷ്യസൃഷ്ടിയാണ് എന്നും അത് മനുഷ്യകുലത്തിന് യോജിച്ചതല്ല എന്നും ശ്രീ നാരായണ ഗുരുദേവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ചരിത്രമറിയാവുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിന്നും ഇന്നും സാമുദായിക ഐക്യം മാറിയിട്ടില്ല എന്ന വസ്തുത ഈ സമ്മേളനം നടത്തുന്നവരെങ്കിലും ഓർത്താൽ നന്നായിരിക്കും. മിനിമം ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം സ്വന്തം പാർട്ടിയിലെങ്കിലും സാമുദായിക ഐക്യം എന്ന നടപടിക്രമം ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം എന്ന് വിനയത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഗാന്ധി ഗുരുവുമായി കണ്ടതിന് ശേഷം സ്വന്തം മനസ്സിലെ തെറ്റുകൾ തിരുത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനുമൊക്കെ തയ്യാറായി എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായ പലർക്കും ഇപ്പോഴും അത് ബാധകമല്ലാത്ത അവസ്ഥയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തുമാണ് കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവാദി പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളുടെ സ്ഥാനം പേരിന് മാത്രമാണ്, നാമമാത്രമാണ്. എന്നാൽ ഇന്ത്യയിലെ ഭരണഘടനയനുസരിച്ച് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും നൽകണം എന്ന വ്യവസ്ഥ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയിലൂടെ എഴുതി നൽകിയിട്ടുള്ളതാകും. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ 70 വർഷക്കാലമായി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണത്തിലും പ്രതിപക്ഷത്തുമൊക്കെയായി ഇപ്പോഴിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി പോലും ആ പാർട്ടിക്കകത്ത് പോലും അത് നടപ്പാക്കുന്നില്ല എന്നതാണ് വസ്തുത. കേരളത്തിൽ വിപ്ലവ വായാടിത്തം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ എടുത്താൽ പോലും 12% സവർണ സമുദായത്തിന് 10 മന്ത്രിമാരും 15% പട്ടികജാതി സമുദായത്തിന് 1 മന്ത്രിയുമില്ലാത്ത ഗതികേട് നിലനിൽക്കുകയാണ്. ഈ രാഷ്ട്രീയ കാപഢ്യം സ്വയം തിരുത്തുവാനും അതോടൊപ്പം തന്നെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാവർക്കും പ്രാതിനിധ്യം എന്ന നിയമം നടപ്പാക്കുവാനും മിനിമം രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. ഐക്യജനാധിപത്യ മുന്നണിയിൽ തന്നെ യഥാർത്ഥത്തിൽ സവർണ ജനാധിപത്യ മുന്നണിയായിട്ടാണ് അത് നിലകൊള്ളുന്നത്. അതായത് 2-3 കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ സംഘടിത മതന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമുദായവും
പിന്നെ ഞങ്ങൾ 5-6 കരയോഗം നായരും മതി എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. മറിച്ച് ഈ നാട്ടിലെ പിന്നോക്ക സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന, പട്ടികജാതി സമുദായങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആരെങ്കിലും ആ മുന്നണിയിലേക്ക് ചെന്നാൽ അവരെ പടിക്ക് പുറത്ത് നിർത്തുന്ന അവസ്ഥാവിശേഷമാണ് ഇപ്പോഴും തുടരുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനകത്തുള്ള പിന്നോക്ക സമുദായ നേതാക്കളുടെ സ്ഥാനം എവിടെയെന്ന് പരിശോധിക്കുവാൻ നാളെ ആശ്രമം മൈതാനത്ത് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാഗമത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലെങ്കിലും തയ്യാറാകണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നാടകങ്ങൾ നടത്തി ഈ നാട്ടിലെ ഈഴവാദി പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കാലം ഒത്തിരി മുൻപേയാണ് ഓടുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ അടിമകളും വിറകുകൊട്ടികളും വെള്ളം കോരികളുമായി കുറച്ച് കഴുതക്കുട്ടന്മാരെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ജനാധിപത്യമെന്നാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യാവകാശം ലഭിക്കുവാനും സ്വസ്ഥമായും സ്വൈര്യമായും ജീവിക്കുവാനുള്ള അവകാശമാണ് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം ഈ സമ്മേളനം നടത്തുന്ന നേതാക്കന്മാർ. അല്ലാതെ പ്രഹസനമാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.